ഹായ്, എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു മീൻ കറി ഉണ്ടാക്കിയാലോ? അയിലക്കറി. അയില എന്ന് കേൾക്കുമ്പോൾ തന്നെ മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇതാണ്. മീൻ കറി ഉണ്ടാക്കാം. അതിൽ നിന്ന് തന്നെ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ കുറച്ച് ചൂടായിട്ട് വരുമ്പോൾ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം ആ എണ്ണയിലേക്ക്. ആദ്യം തന്നെ ചേർക്കുന്നത് ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും ഫ്ലേവർ ആ എണ്ണയിലൊന്ന് പിടിക്കാൻ വേണ്ടിയാണ് ആദ്യം തന്നെ ഇങ്ങനെ എണ്ണയിൽ ആ വറുത്തെടുക്കണം എന്നുള്ള രീതിയിൽ ആദ്യം ഇടുന്നത്. ഇനി അതിലേക്ക് സവാള, പച്ചമുളക് ഒക്കെ ചേർക്കാം. അത്യാവശ്യം സവാള വഴന്ന് വരുന്നവരെ നമുക്ക് കുറച്ച് നേരം ഇളക്കാം. അതിലേക്ക് സവാള ഇട്ട് അപ്പം തന്നെ നമുക്ക് ഉപ്പും ചേർക്കാം. അപ്പോൾ സവാളയിൽ ശരിക്കും ഉപ്പ് പിടിക്കും. നല്ലപോലെ ഇളക്കാം. നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഓരോരോ ഇൻഗ്രീഡിയൻറ്റ് ഇട്ട് തുടങ്ങണം. ഇത് അത്യാവശ്യം ഒരു മീഡിയം എന്നുള്ള രീതിക്ക് അറിയാമല്ലോ. ആ ഒരു മീഡിയം എന്നുള്ള രീതിക്ക് ഇട്ട് നമ്മൾ അത്യാവശ്യം കുറച്ച് നേരം ഇത് വഴറ്റുന്ന വരെ ഇത് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ വേപ്പിലിട്ടു. അതിൻ്റെ ഇടയ്ക്ക് വേപ്പില ഇപ്പോഴും ഇടും. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ആ ഫ്ലേവർ കിട്ടാൻ വേണ്ടി ലാസ്റ്റ് ഇടും. വേപ്പില എത്ര ചേർത്താലും നല്ലതാണ്. ചിലർക്ക് വേപ്പിലയുടെ ഒരു ടേസ്റ്റ് ചിലപ്പോൾ വേപ്പിലേക്ക് കൂടുതൽ ചേർക്കണ ഇഷ്ടമല്ലാത്തതുകൊണ്ട് എനിക്ക് വേപ്പിലേക്ക് ഒരുപാട് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. വേപ്പില എന്നും നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇനിയിപ്പോൾ മഞ്ഞപ്പൊടി ഒരു ശകലം ഇട്ടാൽ മതി. മഞ്ഞപ്പൊടി എപ്പോഴും ഒരു കളറ്, ആ ഒരു സവാളക്ക് ഒരു മഞ്ഞ കളറ് ഇത്തിരി കിട്ടാൻ വേണ്ടി എന്നുള്ള രീതിക്ക് മഞ്ഞപ്പൊടി, പിന്നെ എല്ലാ അണുക്കളും നശിക്കാൻ വേണ്ടിയൊക്കെയാണ് നമ്മൾ മഞ്ഞപ്പൊടി ഇടുന്നത്. പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന്. ഈ അയില എന്തോരമാണ്, മീൻ എത്രത്തോളം ഉള്ളത് അത്രത്തോളം നമുക്ക് അതിനനുസരിച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇത്തിരി, മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂണൊക്കെ ഞാൻ ഇട്ടിട്ടുള്ളൂ. മുളക് പൊടി ഒരു 2.5-3 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി നല്ലപോലെ അത് ഇളക്കുക. ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട്, കാരണം ഇച്ചിരി ഗ്രേവി പോലെ വരാൻ വേണ്ടി. അത് അത്യാവശ്യം നല്ലപോലെ വരട്ടി എന്നുള്ള രീതിക്ക് ആകുമ്പോഴത്തേക്ക് നല്ലപോലെ അത് ഈ പരിവാകണം. മല്ലിപ്പൊടി മുളക് പൊടി ഇട്ടതിന് ശേഷം വെള്ളം ഒഴിച്ചു. അത് ഈ ഒരു പരിവാകുമ്പോഴത്തേക്കും ഒരു ഇച്ചിരിയും കൂടി നമുക്ക് ഗ്രേവിക്ക് വേണ്ടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. അത് അത്യാവശ്യം നല്ലപോലെ ഒന്ന് ഗ്രേവി പോലെ നല്ല രീതിക്ക് ഇത്തിരി നേരം ഇട്ട് വഴറ്റണം. അത്യാവശ്യം കുറച്ച് നേരം കൂടി ഇട്ട് വഴറ്റണം. ഇങ്ങനെ വെള്ളം ഒഴിച്ച് വഴറ്റുമ്പോൾ ഇത്തിരിയും കൂടി ഗ്രേവി ഇച്ചിരിയും കൂടി ഇതാകാൻ വേണ്ടിയാണ് അങ്ങനെ വെള്ളം ഒഴിച്ച് ഇതാക്കുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് ഗ്രേവി പോലെ കറക്റ്റ് എന്നുള്ള രീതിക്ക് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് സ്മെല്ലൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ആ മസാലയുടെ സ്മെല്ലൊക്കെ നല്ലപോലെ വരുന്നുണ്ട്. കുറച്ചും കൂടി വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, കാരണം നമുക്ക് ഇനിയിപ്പോൾ മാങ്ങയൊക്കെ ചേർക്കണം. ആ വെള്ളം ഒഴിച്ച് കൊടുത്ത് തിളച്ചതിന് ശേഷം മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മാങ്ങ എന്ന് പറയുമ്പോഴത്തേക്കും ചിലവർ തക്കാളി ഇടും. തക്കാളി ഇടണം എന്നുള്ളവർക്ക് തക്കാളി ഇടാം. പക്ഷെ ഇപ്പോൾ മാങ്ങ സീസൺ ആയതുകൊണ്ട് മാങ്ങ ഇടുന്നതാണ്. മാങ്ങയാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത്. തക്കാളി നല്ലതാണ്, മാങ്ങയാണ് എങ്കിൽ ഇഷ്ടമുള്ളത് ഇടാം. അപ്പോൾ വെള്ളം ഒഴിച്ച ശേഷം തിളച്ചതിന് ശേഷം മാങ്ങ ഇട്ടതിന് ശേഷം ഇപ്പോൾ തേങ്ങ അരച്ച് അത് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. തേങ്ങ അരച്ച് അത് പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പിട്ട് ഈ പരുവത്തിൽ കുറച്ച് തേങ്ങ അധികം വേണ്ട. തേങ്ങ അരച്ച് കുറച്ച് പിഴിഞ്ഞ് ഒഴിച്ചാൽ മതി. എത്രത്തോളം എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച്. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തു. അത് കുറച്ചും കൂടി ഗ്രേവി വേണം. പിന്നെ ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഉണ്ടായിരുന്ന തേങ്ങാപ്പാലും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അയില ഇട്ട് തുടങ്ങാം. അയില എന്ന് പറയുമ്പോഴത്തേക്കും മീനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മീൻ എത്ര കൂട്ടിയാലും മതി വരില്ല. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിക്ക് ആവട്ടെ, തിളച്ച് നമുക്ക് മൂടി വെക്കാം. മീൻ കറി റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെക്കുന്നത്. ഇങ്ങനെ വെച്ചൊന്ന് നോക്കണം. ഈ രീതിക്ക് വെച്ചിട്ടൊന്ന് ടേസ്റ്റ് ഉണ്ടായില്ലേന്നൊന്ന് കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.